അപ്പൊ ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. 41 വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്. ഇനി മറുപടി ചോദിച്ചു. എന്താണ് ADHD? ADHD എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ്. ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. ലക്ഷക്കണക്കിന് കുട്ടികൾക്കും മുതിർന്നവർക്കും ADHD ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ADHDയുടെ ഒരു പ്രധാന സിംറ്റം എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിഷ്യൻസിയാണ്. ഒരു കാര്യം ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നത്, ഒരു കാര്യം അധികം നേരം ചെയ്യാൻ പറ്റുന്നതെല്ലാം ADHDയുടെ ഒരു സിംറ്റംസ് ആണ്. അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു പ്രശ്നമാണ്. ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ തന്നെ അധികം നേരം ഇരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം ADHDയുടെ സിംറ്റംസ് തന്നെയാണ്. ഒരു ഇമ്പൾസീവ് ബിഹേവിയർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആലോചിക്കാണ്ട് ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ ചാൻസ്. പിന്നെ ഒരു ക്യൂലൊക്കെ നിൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. ADHD എന്തുകൊണ്ടാണ് വരുന്നതെന്ന് സയന്റിഫിക്കലി പ്രൂവൺ അല്ല, പക്ഷേ ജനറ്റിക്കലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് കാരണമെന്ന് സയന്റിസ്റ്റ് വിശ്വസിക്കുന്നു. മടി പിടിക്കുന്നത്, ബുദ്ധിക്കുറവ് വരുന്നത്, അതൊന്നും ADHDയുടെ ലക്ഷണങ്ങളല്ല. ഓരോ വ്യക്തിയിലും ADHD പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ്, ഒരു തെറാപ്പി കൊണ്ടോ ഒരു മെഡിറ്റേഷൻ കൊണ്ടോ ഒക്കെ നമുക്ക് ഈ ADHD മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.